കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മാസം എന്ന് പറയുന്നത് വളരെ ശക്തമായൊരു പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ ആയാലും അതുപോലെ തന്നെ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് ലേക്കായുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ വളരെ ശക്തിയുള്ളൊരു പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു കണ്ടിരുന്നത്. ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത് കോഴിക്കോട് മീഞ്ചന്ത വാർഡ് 39-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള മുസാഫിർ അഹമ്മദാണ്. സഖാവെ നമസ്കാരം. സഖാവെ, ഒരു വിലയിരുത്തൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അപേക്ഷിച്ച് കഴിഞ്ഞ കാലത്തെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് വീടുകളിലായാലും അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസം കാലങ്ങളിലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എങ്ങനെയായിരുന്നു? വോട്ടർമാരിൽ നിന്നുള്ള ഒരു സ്വീകാര്യത എങ്ങനെയായിരുന്നു? ഞാനൊരു സ്ഥാനാർത്ഥിയുടെ അനുഭവത്തിൽ 4-ാം തവണയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. വളരെയേറെ ഒരു കാലത്തുമില്ലാത്ത രീതിയിലുള്ള നമ്മുടെ പ്രവർത്തകർക്കും അങ്ങനെ തന്നെയാണ് അനുഭവം. വലിയ സ്വീകാര്യതയാണ് LDFൻ്റെ സ്ഥാനാർത്ഥികൾക്കും LDF പ്രവർത്തകന്മാർക്കും വീടുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ മാറ്റം തന്നെയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് LDFൻ്റെ പ്രവർത്തനങ്ങളെയും LDFൻ്റെ വാക്കുകളെയും ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് LDFന് വോട്ട് ചെയ്യാനും ഗവൺമെൻറ്റിനെയും വികസന പ്രവർത്തനം ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാരിൻ്റെ ആ പ്രവർത്തനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി പിന്തുണക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന. അത് കോർപ്പറേഷൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ നേട്ടങ്ങളും ഒക്കെ പറയുമ്പോൾ അതിനുവേണ്ടി അവസരം കാത്തിരിക്കുന്ന പോലെയാണ് ജനങ്ങളുടെ വാക്കുകളും അവരുടെ കണ്ണുകളിലും മുഖത്തും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന പ്രതികരണം. UDF ആയാലും അതുപോലെ തന്നെ BJP ആയാലും വ്യാജ പ്രചരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നു. എന്നാൽ LDF ആകട്ടെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 5 വർഷങ്ങളായിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളാണ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത്. അതിനെങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും തദ്ദേശ തിരഞ്ഞെടുപ്പായാലും ഏത് തിരഞ്ഞെടുപ്പായാലും തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളുമാണ് ചർച്ച ചെയ്യേണ്ടത്. അതിനപ്പുറം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതൊന്നും പറയാൻ വേണ്ടി കഴിയാത്ത UDFും BJPയും ഒക്കെ പല തെരഞ്ഞെടുപ്പുകൾ പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും വ്യാജ പ്രചരണവും മറ്റു തെറ്റായ കാര്യങ്ങളും പറഞ്ഞ് വഴിതിരിച്ചുവിടുന്ന രീതിയാണ്. അത് യഥാർത്ഥത്തിൽ വോട്ടർമാരോട് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് പറയാനില്ല എന്നുള്ളതാണ് UDFൻ്റെ അത്തരത്തിലുള്ള പ്രചരണ രീതിയുടെ പ്രത്യേകത. അത് കുറേ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതൊന്നും ജനങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. LDFൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അതിനുള്ള 2 വോട്ടാണ് ഭാവിയിൽ അടുത്ത ദിവസങ്ങളിലായി കേരളത്തിലെ ജനങ്ങൾ, കോഴിക്കോട്ടെ ജനങ്ങൾ നൽകാൻ പോകുന്ന അവരുടെ സംഭാവന. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് ചെയ്യും. ആഴ്ചകൾ കഴിഞ്ഞാൽ കേരള നിയമസഭയിലേക്കും 1 വോട്ട് ചെയ്താൽ പോരാ, 2 വോട്ട് ചെയ്യണമെന്നാണ് കേരളത്തിലെ ഒരു വോട്ടർ LDFനോട് കാണിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണയും നന്ദിയുമായി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിലേക്കാണ് അല്ലേ? വീടുകളിൽ കയറി ഇറങ്ങി വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള എങ്ങനെയൊക്കെയാണ് ഒന്നുകൂടി ഉറപ്പിക്കുക. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ചില വോട്ടർമാർക്കിടയിൽ അവർ തീരുമാനിച്ചു കഴിഞ്ഞു ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ. അതവരെ കണ്ടാലറിയാം ഇവിടെയൊക്കെ ആർക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കോഴിക്കോട്ടും കേരളത്തിലൊക്കെ ചെയ്യാൻ വിധിയെടുത്ത് ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നിശബ്ദ പ്രചരണത്തിനിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു നല്ല ശതമാനം ആളുകൾ. പക്ഷേ ചില ആളുകൾക്കിടയിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവർക്കിടയിൽ അവരൊക്കെ കണ്ട് ഒന്നുകൂടി ഉറപ്പിക്കുക എന്ന പ്രക്രിയയാണ് ഇപ്പം നിശബ്ദമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു നിശബ്ദ പ്രചരണമാണ്. എന്നാലും വികസനം പറഞ്ഞുകൊണ്ടുള്ള LDFൻ്റെ ഒരു വോട്ട് എന്താണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവിടെയുള്ള സ്ഥാനാർത്ഥികളായാലും നേതാക്കളായാലും ഉള്ളത്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷങ്ങളിലായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വോട്ടായി മാറുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് സ്ഥാനാർത്ഥികളായാലും അതുപോലെ തന്നെ നേതാക്കളായാലും എല്ലാം തന്നെ കോഴിക്കോട് കഴിഞ്ഞ ഒരു മാസക്കാലം പ്രചരണം നടത്തിയതിൻ്റെ ഭാഗമായി മനസ്സിലാക്കാൻ കഴിയുന്നത്.